ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള സിലബസിലെ 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 2 പുസ്തകങ്ങളുണ്ട്. പാർട്ട് 1 ഫസ്റ്റ് ലെസണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ലെസണിൻ്റെ പേര്? എ റോഡ് ടു ഹിസ്റ്ററി. വാട്ട് ഈസ് മീൻ ബൈ എ റോഡ് ടു ഹിസ്റ്ററി? എന്താണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്? വിച്ച് മീൻസ് ചരിത്രത്തിലേക്ക്. എന്താണ് ചരിത്രം? അതാണ് നമ്മൾ ഈ ടെക്സ്റ്റിലൂടെ, ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ദാറ്റ് പിക്ചർ, എന്താണ് ആ പിക്ചർ? യെസ്, സ്കൂളാണല്ലേ. സ്കൂളിൽ ഇപ്പോൾ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഒരു സ്കൂളിൻ്റെ പിക്ചറാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ സ്കൂൾ. You are also study in such a school, aren't you? You know a lot of facts about your school, don't you? Try to write down the details of your school. എന്താണ് പറയുന്നത്? ഇതൊരു സ്കൂളിൻ്റെ പിക്ചറാണ്. യു ആർ ഓൾസോ സ്റ്റഡി ഇൻ സച്ച് എ സ്കൂൾ. നിങ്ങളും ഈ തരത്തിലുള്ള സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? You know a lot of facts about your school. നമ്മളുടെ സ്കൂളിൻ്റെ ധാരാളം ഫാക്ട്സ് നമുക്കറിയാം ഇല്ലേ? Try to write down the details of the school, of your school. ഓക്കെ, നിങ്ങളുടെ സ്കൂളിലെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതാനാണ് പറയുന്നത്. അതിന് കുറേ ഹിൻസ് അവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? നെയിം ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്. പ്രധാന അധ്യാപകൻ്റെ പേര് അല്ലെ പ്രധാന അധ്യാപികയുടെ പേര് എഴുതുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര കുട്ടികളാണ് നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്നതെന്ന്. നമ്പർ ഓഫ് ടീച്ചേഴ്സ്, എത്ര ടീച്ചേഴ്സാണ്, അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നെയിംസ് ഓഫ് ടീച്ചേഴ്സ്, അധ്യാപകരുടെ പേരെഴുതുക. ലൈബ്രറി ഉണ്ടെങ്കിൽ ലൈബ്രറി, ലബോറട്ടറി, കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. അവൈലബിലിറ്റി ഓഫ് പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. നമ്പർ ഓഫ് ബിൽഡിങ്സ്, എത്ര ബിൽഡിങ്സ് ആണ് സ്കൂളിൽ ഉള്ളതെന്ന് എഴുതുക. ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലേസ് വേർ ദ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ, എക്സെട്ര. ഓക്കെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവരിൽ ഏതാണ് നമ്മളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നതെന്ന് എഴുതുക. ഓക്കെ, കളക്ട് ചെയ്ത് നിങ്ങളുടെ ഡയറി എഴുതുമല്ലോ. അടുത്ത എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? പ്രിപ്പയർ എ ബ്രീഫ് റിപ്പോർട്ട് ഇൻക്ലൂഡിംഗ് ദ ഡേറ്റ കളക്റ്റഡ് ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ യുവർ ക്ലാസ്. ഈ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഡിസ്കവർ ആൻഡ് റെക്കോർഡ്, കണ്ടെത്തുകയും എഴുതുകയും ചെയ്യുക. ഓക്കെ, ഡിസ്കവർ ആൻഡ് റെക്കോർഡ്. നൗ ലെറ്റ് us gather the data on the past of your school. What information to be found out? നമ്മളുടെ സ്കൂളിലെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഡേറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം? ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സ്കൂൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫോമർ ടീച്ചേഴ്സ്, പഴയ അധ്യാപകർ, ആ അധ്യാപകൻ അല്ലെ അധ്യാപകരുടെ പേര് എഴുതുക. അലുമിനി, പൂർവ്വ വിദ്യാർത്ഥികൾ. ബിൽഡിങ്സ് അറ്റ് ദ ടൈം ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അല്ലേ? എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്ന്, ഓരോ ബിൽഡിങ്ങും എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്ന് ഉള്ള ഡീറ്റെയിൽസ്. ലേറ്റർ ചേഞ്ചസ്, പിന്നീടുണ്ടായ മാറ്റങ്ങൾ എന്നിവയാണ് കളക്ട് ചെയ്യേണ്ടത്. ഫ്രം വേർ ടു വി ഗെറ്റ് ദിസ് ഡേറ്റ? എവിടെ നിന്നാണ് നമുക്ക് ഈ ഡേറ്റ ലഭിക്കുന്നത്? It is possible for you to gather some of the data
യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. താഴെ നൽകിയിരിക്കുന്ന ഹിൻസ് സഹായമായി നമുക്കെടുക്കാം. എന്തൊക്കെയാണ് ഹിൻസ് നൽകിയിരിക്കുന്നത്? നെയിം ബോർഡ് ഓഫ് ദ സ്കൂൾ, പ്രധാന പേര്, സ്കൂളിൻ്റെ പ്രധാന പേര് നൽകിയിരിക്കുന്ന ബോർഡ് നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും ഫ്രണ്ടിൽ കാണാം അല്ലേ? അപ്പോൾ ആ ബോർഡിൻ്റെ പേര്, നമുക്ക് സ്കൂളിൻ്റെ പേരും അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും ഒക്കെ നമുക്കതിൽ നിന്ന് ലഭിക്കും അല്ലേ? പ്ലേഗ്, സ്കൂൾ ഡയറി, ആനുവൽ 7-year, ഓരോ വർഷത്തെയും ഡീറ്റെയിൽസ് എഴുതിയ റെക്കോർഡ്സ്. അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് പ്രീവിയസ് ഇയർ, കഴിഞ്ഞു പോയ കാലത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ. അഡ്മിഷൻ രജിസ്റ്റർ എന്ന് വെച്ചാൽ ഓരോ കുട്ടിയുടെയും അഡ്മിഷൻ എടുത്ത രജിസ്റ്റർ അവിടെ അവൈലബിൾ ആണ്. ലെറ്റ് us collect some information orally. എന്താണ്? നമുക്ക് ഓറലായിട്ട് ഓരോരുത്തരോട് ചോദിച്ച് നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം. ടു whom shall we approach of this? ഇതിനു വേണ്ടി ആരെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? The elders living near the school, സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തികളെ, പ്രായമുള്ള ആൾക്കാരോട് നമുക്ക് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അലുമിനി, പൂർവ്വ വിദ്യാർത്ഥികൾ. ദെൻ PTA റെപ്രസെൻറ്റേറ്റീവ്സ്, അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന PTA റെപ്രസെൻറ്റേറ്റീവ്സും സഹായിക്കും. ഓക്കെ, ഡു വി നീഡ് മോർ ഡേറ്റ? കൂടുതൽ ഡേറ്റാസ് ആവശ്യമാണോ? അതെ, വി ക്യാൻ കളക്ട് മോർ ഡേറ്റ ഫ്രം ദ സ്കൂൾ വിക്കി ഓഫ് IT അറ്റ് സ്കൂൾ. കൂടുതൽ ഡേറ്റ സ്കൂളിനെ കുറിച്ച് വേണമെങ്കിൽ വിക്കിപീഡിയയിൽ പോയി IT അറ്റ് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? യൂസിങ് ദ ഇൻഫോർമേഷൻ ആൻഡ് ഫോട്ടോസ് ഗാതേർഡ്, പ്രിപ്പയർ എ ബുക്ക് ടൈറ്റിൽ ദ ഹിസ്റ്ററി ഓഫ് മൈ സ്കൂൾ. യു ക്യാൻ റിലീസ് ഇറ്റ് ഇൻ ദ ക്ലാസ് PTA മീറ്റിംഗ് ഓർ അസംബ്ലി. ഓക്കെ, അങ്ങനെ നമ്മൾ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് എന്തുണ്ടാക്കി? ഒരു ബുക്ക് റെഡിയാക്കി അല്ലേ? അതിൻ്റെ പേരാണ്, നമ്മളൊരു പേരും അതിന് നൽകി, ദ ഹിസ്റ്ററി ഓഫ് മൈ സ്കൂൾ, എൻ്റെ സ്കൂളിൻ്റെ ചരിത്രം എന്ന തലക്കെട്ട് നൽകി അല്ലേ? യു ക്യാൻ റിലീസ് ഇറ്റ് ഇൻ ദ ക്ലാസ് PTA മീറ്റിംഗ് ഓർ അസംബ്ലി. അസംബ്ലിയിലോ PTA മീറ്റിങ്ങിലോ നമ്മളത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ് അല്ലേ? It is the written record and oral information that help us to write the history of our school. നമ്മളുടെ സ്കൂളിലെ ചരിത്രം നമുക്ക് എഴുതാൻ എന്തൊക്കെ സഹായമായി? റിട്ടൺ റെക്കോർഡ്സ് സഹായമായി, അതുപോലെ തന്നെ ഓറലി ഓരോരുത്തരോട് ചോദിച്ചും നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അല്ലേ? These are the sources of data for writing the history of the school. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ സ്കൂളിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ സാധിച്ച രണ്ട് സ്രോതസ്സുകൾ അല്ലേ? What are the sources that you depend to record the history of your school? One is written records and second one is orally. Two type sources we can help us take the information about our school. Understand? Searching for evidence. Searching for evidence. Like the school, each family, value and country has its own history. നമ്മളുടെ സ്കൂൾ പോലെ തന്നെ നമ്മളുടെ ഫാമിലി, വില്ലേജ്, കൺട്രി എന്നിവ അതിൻ്റേതായിട്ടുള്ള ചരിത്രങ്ങൾ ഉണ്ട് അല്ലേ? We get information on the food, habits, dress, dwelling place, occupation and administrative system of different age through historical inquiry. ചരിത്രപരമായി നമ്മൾ തിരഞ്ഞിറങ്ങിയാൽ നമ്മൾക്ക് ഈ ഓരോ കുടുംബങ്ങളുടെയും അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രം ലഭിക്കും. എന്തൊക്കെ വ്യത്യാസങ്ങളിൽ? ഓരോരുത്തരിടത്തും ഭക്ഷണം വെവ്വേറെയാണ് അല്ലേ? അതുപോലെ തന്നെ
ഡ്രസ്സ്, അവർ ധരിക്കുന്ന ഡ്രസ്സ് വേറെയാണ്. ദെൻ വാസസ്ഥലം വ്യത്യാസമുണ്ട്. ദെൻ അവർ ചെയ്യുന്ന തൊഴിൽ വ്യത്യാസമാണ്. അവരുടെ ഭരണഘടന തന്നെ വ്യത്യാസമാണ് അല്ലേ? ഇതെല്ലാം ചരിത്രപരമായി നമ്മൾക്ക് ലഭിക്കും. This information helps us to recognize the gradual development that human beings attain through different periods of history. ഈ ഇൻഫോർമേഷൻ എന്തിനു സഹായിക്കുന്നു? ഒരു മനുഷ്യൻ്റെ വളർച്ചയെ എങ്ങനെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പല കാലഘട്ടത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. History is the record of the progress that human being acquired down the ages. ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റെക്കോർഡാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. വാട്ട് ഡു യു മീൻ ബൈ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്? Listen here. You have mainly used the written records and documents to prepare the history of your school, haven't you? നിങ്ങൾ നേരത്തെ തന്നെ സ്കൂളിൻ്റെ ചരിത്രങ്ങൾ എഴുതുകയും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്തു അല്ലേ? What sources can be used to draw out information on human life that exists before the beginning of the art of writing? ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്ത് വരകൾ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു. എങ്ങനെ നമുക്ക് അവരുടെ ചരിത്രങ്ങൾ, എങ്ങനെ നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് ലഭിക്കും? വളരെ ബുദ്ധിമുട്ടാണല്ലേ? The remains of the materials that human beings of those ages made and used help us to construct knowledge on those periods. എന്തൊക്കെയാണ് അവരുപയോഗിച്ച ഓരോരോ വസ്തുക്കൾ നമുക്ക് സഹായകമാകുന്നു. അതുപോലെ തന്നെ അവർ നിർമ്മിച്ച ഓരോരോ കൺസ്ട്രക്റ്റ് നോളജ് നമ്മൾക്ക് മനസ്സിലാകുന്നു. A few such objects can be found in the pictures given below. അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ഒബ്ജക്ട്സിൻ്റെ പിക്ചേഴ്സ് താഴെ നൽകിയിരിക്കുന്നു. എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി മീൻസ് മനുഷ്യർ കാലങ്ങളായി ആർജിച്ചെടുത്ത പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. What is mean by prehistoric period? ഉപയോഗിച്ച ഉപകരണങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കും പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. കാരണം എഴുതപ്പെട്ട രേഖകൾ ഇല്ലാത്ത കാലത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. എഴുതപ്പെട്ട രേഖകൾ ഉള്ളതിനെ ഹിസ്റ്റോറിക് പീരീഡ് എന്നും നമ്മൾ വിളിക്കുന്നു. മനസ്സിലായ കുഞ്ഞുങ്ങളെ? അങ്ങനെയെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? ആർക്കെങ്കിലും അറിയാമോ? യെസ്, ഓഫ് കോഴ്സ് ഹെറോഡോട്ടസ് ആണ് നമ്മളുടെ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഫാദർ, പിതാവ്. ഓക്കെ, ലിസൺ ഓൺ ദി ടെക്സ്റ്റ് ബുക്ക്. The period before the formation of art of writing is known as prehistoric period. ചിത്രങ്ങളുടെയും അതുപോലെ തന്നെ കരകൗശല കഴിവുകളുടെയുമാണ് മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ചരിത്രാതീത കാലം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. മനസ്സിലായ കുഞ്ഞുങ്ങളെ? അവിടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ചില ചിത്രങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് അല്ലേ? സ്റ്റോൺ ടൂൾസ് യൂസ്ഡ് ഡ്യൂറിങ് ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ എന്താണ് അവർ ഉപയോഗിച്ചിരുന്നത്? യെസ്, ഓഫ് കോഴ്സ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അവർ മൃഗങ്ങളെ കൊല്ലുവാനും അതുപോലെ തന്നെ
പഴവർഗ്ഗങ്ങൾ പറിക്കാനും ഒക്കെ സ്റ്റോൺ ടൂൾസാണ് ഉപയോഗിച്ചിരുന്നത്. കേവ് പെയിൻറ്റിങ് ഇൻ ബിംബത്തക്ക കേവുകളിൽ, ഗുഹകളിൽ കേവ് പെയിൻറ്റിങ് ആണ് അവരുപയോഗിച്ചിരുന്ന ഇൻഫോർമേഷൻ അടങ്ങുന്ന ഒരു കാര്യം, സോഴ്സ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹിസ്റ്റോറിക് പീരീഡ്. ഹിസ്റ്റോറിക് പീരീഡ് ആണ് എന്താണ്? എഴുതപ്പെട്ട രേഖകൾ ഉള്ള പീരീഡാണ് ഹിസ്റ്റോറിക് പീരീഡ്. റിട്ടൺ റെക്കോർഡ്സ് വി ക്യാൻ സീ ദെയർ. ഏതൊക്കെയാണ് റിട്ടൺ റെക്കോർഡ്സ്? ലുക്ക് അറ്റ് ദ പിക്ചർ. ബുക്സ്, യെസ്, എയർലി കോയിൻസ്, നാണയങ്ങൾ. ദെൻ പാം ലീവ്സ്, പനയോല ഗ്രന്ഥങ്ങൾ. ദെൻ വിച്ച് മീൻസ് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ശിലാലിഖിതങ്ങൾ എന്നിവയാണ് നമ്മൾക്ക് സോഴ്സസ്, ഇൻഫോർമേഷൻ ലഭിക്കുന്ന സോഴ്സസ് ഉള്ള ഏത് പീരീഡിലാണ്? ഹിസ്റ്റോറിക് പീരീഡ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? These sources provide written information and they help to record history belong with the sources from the prehistoric period. പ്രീഹിസ്റ്റോറിക് പീരീഡിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് എന്താണ്? റിട്ടൺ റെക്കോർഡ്, എഴുതപ്പെട്ട രേഖകളുള്ള, ഇൻഫോർമേഷനുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ആ കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നു? ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വിളിക്കുന്നു. The period with written records is known as historic period. Let us preserve the historical remains. എന്താണ്? ചരിത്രപരമായവയെല്ലാം എങ്ങനെ നമ്മൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു? You would have either visited a museum or heard of it, won't you? നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മ്യൂസിയം കാണുകയോ ചെയ്തിരുന്നോ? യെസ്. വാട്ട് ആർ ദ ഒബ്ജെക്ട്സ് പ്രിസർവ് ഇൻ എ മ്യൂസിയം? എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത്? എ മ്യൂസിയം കീപ്സ് ദ ഒബ്ജെക്ട്സ് ആർ ദെയർ റിമെയിൻസ് that were once used by man. ഒരു ഉപയോഗിച്ച് ഉപേക്ഷിച്ച വസ്തുക്കൾ അത് സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കുന്ന ഒരു കേന്ദ്രമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. They are preserved because they give such valuable information on the past of human life. കഴിഞ്ഞ ഭൂതകാലത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വില പിടിപ്പുള്ള, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് ആ മ്യൂസിയത്തിൽ നൽകിയിട്ടുള്ളത്. Besides these objects, monuments like forts, palace, old buildings or etc. are preserved because of these historical importance. കൂടാതെ തന്നെ ഫോർട്സ്, കോട്ടകൾ, പാലസ്, കൊട്ടാരങ്ങൾ, പഴയ ബിൽഡിങ്സ് എന്നിവ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? ഇതും ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടവയാണ്. ഓക്കെ, ദിസ് ഈസ് എ ഫോർട്ട് ഇൻ പാലക്കാട്. ചിത്രം ശ്രദ്ധിച്ച്, അത് പാലക്കാട് ഒരു ഫോർട്ടാണ്. ഇറ്റ് ഈസ് മോർ ദാൻ 200 years old. 200 വർഷം പഴക്കമുണ്ട് ഇതിന്. വി സ്റ്റിൽ പ്രിസർവ് ഇറ്റ്. നമ്മൾ ഇപ്പോഴും അത് പ്രിസർവ് ചെയ്യുന്നു, എന്നുവെച്ചാൽ സംരക്ഷിക്കുന്നു. വൈ ആർ ദ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് പ്രിസർവ്ഡ്? എന്തുകൊണ്ടാണ് ഈ മോണുമെൻറ്റ്, ചരിത്രപരമായ മോണുമെൻറ്റ്സ് നമ്മൾ സംരക്ഷിക്കുന്നത്? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. വിസിറ്റ് പ്ലേസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ഇറ്റ്. ഇതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പ്ലേസ് വിസിറ്റ് ചെയ്ത ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എല്ലാം സംരക്ഷിക്കുന്നത്? ബിക്കോസ് they give much valuable information on the past of human life. മനുഷ്യൻ്റെ
മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ഘടകങ്ങളടങ്ങിയവയാണ്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ചു വെക്കേണ്ടവയാണ് അല്ലേ. ഫോർട്ട്, പാലസ് മുതലായവ സൂക്ഷിക്കുന്നത് എന്തിനാണ്? അതിൽ നിന്ന് നമ്മൾക്ക് ധാരാളം ചരിത്രപരമായ ഇൻഫോർമേഷൻ ലഭിക്കുന്നത് കൊണ്ട് അല്ലേ. ഓക്കെ, മനസ്സിലായ കുഞ്ഞ്? ധാരാളം കണ്ടെത്തലുകൾ ഇനിയുമുണ്ട്. വീണ്ടും ചില കണ്ടെത്തലുകളുമായി അടുത്ത ചരിത്രത്തിലേക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.